ഇൻഡോർ പ്ലാന്റ്സ് ഏത് തുടക്കക്കാർക്ക് പോലും എങ്ങനെ നല്ല ഭംഗിക്ക് ഇതുപോലെ വളർത്തിയെടുക്കുക എന്നുള്ള ടിപ്പ് പറഞ്ഞു തരാവേ. കണ്ടോ, ഇതെല്ലാം നമുക്ക് ആർക്കും മണ്ണും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഏത് സ്ഥലത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും നമുക്ക് നല്ല ഭംഗിക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല ഭംഗിക്കല്ലേ ഇതൊക്കെ ഇരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണേ. ഒരു ഇത് കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വെച്ചതാ. കണ്ടോ, നിയോൺ പോത്തോസ്. ഇത് മഞ്ജുള പോത്തോസ്. മഞ്ജുള പോത്തോസ് സാധാരണ വളരാൻ വലിയ മടിയാണ്. ഇതിപ്പോൾ ക്ലേ ബോളിൽ വളർത്തിയെടുത്തതാണ്. ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എടുത്ത നിയോൺ പോത്തോസിൻ്റെ കട്ടിങ്സ് ആണ്. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു എന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓരോ നോഡായിട്ട് വെട്ടിയെടുക്കണം. ആ തണ്ട് താഴോട്ട് നീണ്ടിരുന്നാലേ നമുക്ക് പിടിച്ച് കെട്ടാൻ എളുപ്പമായിരിക്കുള്ളൂ. ഇപ്പോൾ ഇലയുടെ മുകളിലോട്ട് തണ്ട് നിർന്നാൽ ഒരു ഭംഗി കാണൂല. അപ്പോൾ അത് താഴോട്ട് തന്നെ തണ്ട് നീളത്തിൽ ഇലയുടെ അവിടെ വെച്ചിട്ട് മേൽഭാഗത്ത് വെച്ച് തണ്ടങ്ങ് വെട്ടിക്കളയണം. പിന്നെ എല്ലാ നോട്ട്സിലും വേര് വരുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് വാടിപ്പോകുമൊന്നുമില്ല. എല്ലാം നല്ല ഇതായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടി വെക്കണം നമ്മളെ. കണ്ടോ, ഇതാണ് ക്ലേ ബോൾ. ഇത് വലിയ വിലയൊന്നുമില്ല, 100 രൂപയ്ക്കകത്തേ വിലയുള്ളേ. ഇതൊരു പാക്കറ്റ് മേടിച്ചാൽ നമുക്ക് കുറേ ചെടികളിൽ ചെറിയ ചെറിയ പോട്ടിൽ മണി പ്ലാന്റൊക്കെ നടാൻ വേണ്ടി കുറേ പ്ലാന്റ്സിന് വേണ്ടി നമുക്ക് തികയും. ഇത് നല്ലതായിട്ട് വെള്ളം ഹോൾഡ് ചെയ്യും. അത് കാരണം ഈ പ്ലാന്റ്സ് നമ്മൾ ഒരു ആഴ്ചയിൽ 2 or 3 ദിവസം, ആഴ്ച ഒരു ദിവസം ഒഴിച്ചാലും മതി. ക്ലേ ബോൾസ് നല്ലതായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യും. ഇതാണ് എൻ്റെ സഹായി. ഭയങ്കര പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പാവമാണ്, ഭയങ്കര നോട്ടിയാണ്. ഇവർ ക്യാരക്ടർ വെച്ചിട്ട്, പക്ഷേ അവൻ ഭയങ്കര നല്ല കുട്ടിയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് കെട്ടിവെക്കണം. കെട്ടിവെക്കാൻ ഞാനിവിടെ നമ്മുടെ ബ്രെഡിൻ്റെ അറ്റത്ത് വരുന്ന ആ ഒരു ടൈ ഉണ്ടല്ലോ, അതെടുത്താലും നമുക്ക് കെട്ടിവെക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡ് എടുത്ത് കെട്ടിവെച്ചാലും മതി. ഇതാണ് മറ്റേ ബ്രെഡിൻ്റെ മേളിൽ വരുന്ന ടൈ. അത് വെച്ച് അതിൻ്റെ ചുവട്ടിൽ ചുറ്റി അങ്ങ് വെച്ച് ക്ലിപ്പ് ചെയ്താൽ അതങ്ങനെ അനങ്ങാതിരുന്നുള്ളൂ. കണ്ടോ, അതൊന്ന് ചുറ്റി വെക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് മുറുക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല. ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് കണ്ടോ, കെട്ടി വെച്ച് കഴിഞ്ഞ് എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാവേ. കണ്ടോ, മുകളിൽ വെച്ച് നമുക്ക് പിടിച്ച് കെട്ടാൻ സൗകര്യത്തിന് വെട്ടിയെടുക്കണം. കണ്ടോ, അപ്പോൾ ആ തണ്ടുകൾ ചേർത്ത് വെച്ച് കെട്ടി അങ്ങ് വെച്ചാൽ മതി. കണ്ടോ, ഇനി ക്ലേ ബോൾ ഒരു ചെറിയ പോട്ട് എടുത്തിട്ട് നമ്മളെ ചെടി എടുത്ത് വേരെല്ലാം അകത്താക്കി ആ ചട്ടിക്കകത്ത് വെക്കുക. കണ്ടോ, ഇനി ക്ലേ ബോൾസ് തട്ടി കൊടുത്താൽ മതി. ക്ലേ ബോൾസ് തട്ടി അതിനകത്ത് നമ്മൾ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിന് ഞാൻ കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ വേറെ കെമിക്കലൊന്നും കൊടുക്കാറില്ല. നമ്മൾ അടുക്കളയിൽ ചായ ഇടാനൊക്കെ പാലെടുക്കുമല്ലോ, ആ എടുക്കുന്ന പാത്രം ഏതാണോ, ചെറിയ ഗ്ലാസ്സിലല്ലേ നമ്മൾ അളർന്നൊക്കെ എടുക്കുന്നത്, ആ ഗ്ലാസ്സിൽ വരുന്ന ബാക്കി വരുമല്ലോ ഒരു തുള്ളി, അത് കഴുകിയിട്ട് അതിൽ ഡൈല്യൂട്ട് ചെയ്ത് ആ വെള്ളം, ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന പാല് ഒരു ഗ്ലാസ്സിൽ എടുക്കുമ്പോൾ ആ ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തിട്ട് ഇവർക്കെല്ലാം കുറേശ്ശെ ദിവസവും കൊടുക്കും. അങ്ങനെ പാലാണ് ഇവരുടെ മെയിൻ ആഹാരം. പാല് കുടിച്ച് വളർന്ന് നിൽക്കുന്ന പോത്തോസാണ്. അവരെന്ത് ഹാപ്പിയാണെന്ന് നോക്കിയേ. പിന്നെ ഡ്രൈ ആകുമ്പോൾ മാത്രമേ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ, ഈ ദിവസം പാല് 2 ദിവസം 3 ദിവസത്തിനൊരിക്കൽ ഞാൻ ശകലം പാലൊഴിച്ച് കൊടുക്കും. എന്നും ഒന്നും കൊടുക്കൂല. ഇപ്പം ഇന്ന് കൊടുത്താൽ നാളെ കൊടുക്കൂല, അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ജനലിൻ്റെ അവിടെ വെയിലത്തോട്ടങ്ങ് വെച്ചു. ഇതാണ് ഞാൻ വേറെ ഒരു കട്ടിങ് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഗ്ലാസ്സിൽ കൊണ്ടിട്ടിരുന്നാലും